അന്നമ്മോ, എനിക്ക് തന്നെ ഇഷ്ടമാണ്. തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല. അയ്യോ, അങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ചായ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവാ. നാളെയും വരും, നാളെയും പറയും. നാളെ പറയണം കേട്ടോ. ഞമ്മള് പറഞ്ഞാ മതിയാ. ഞമ്മക്ക് നിങ്ങള് പെരുത്തിഷ്ടാണ്. ആ വിട്ടോളിയും പോയി. എന്താണ് മഹബത്തി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പൂറ തിരക്കിട്ടാണ്ടു കുറയായി. കമ്മ്യൂണിസ്റ്റ് ചുമ്മാ തിരിയടോ. പിന്നെ അല്ലാണ്ട് പോറ്റി സാറേ, ഇതൊരു പാഴ്വേലയല്ലയോ? ഇതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവരം എത്ര പേർക്കുണ്ടെന്നാ? നമ്മള് വായിച്ച് മനസ്സിലാക്കി കൊടുക്കണം. എന്നാ പിന്നെ അതങ്ങ് പാ കൊണ്ട് പറഞ്ഞാ പോരെ. ഉണ്ണിത്താനെ, ഉറക്കം വരുന്നുണ്ടെങ്കിൽ പോയി കിടന്ന് ഉറങ്ങ. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലയോ സാറേ? അല്ല ഉണ്ണിത്താനെ, അച്ചടിച്ച അക്ഷരങ്ങളുള്ള ഈ നോട്ടീസ് അവർ ഓരോരുത്തരും സൂക്ഷിച്ചു വെക്കും. പാർട്ടി അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ടാ അവർ നോട്ടീസിനെ കാണുന്നത്. ജനങ്ങൾക്ക് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഒളിച്ച് നമ്മൾ എത്തിക്കുന്ന ഈ നോട്ടീസുകളിലാണ്. പോറ്റി സാറ് നാളെ അല്ലേ പോകുന്നത്? ഇന്ന് രാത്രി ഇപ്പൊ തന്നെ കണ്ണൂരെത്തണ്ടേ? നെട്ടൂരാനെ, ഒരു 10 നോട്ടീസ് ഞാൻ എടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് കമ്മിറ്റി സഹാക്കൊക്കെ കൊടുക്കാനാ. പോവാൻ സേതു. സഖാവ് എന്നെ ആ സ്റ്റാൻഡിലൊന്ന് ഇറക്കണം. സേതുവിനെ കോവിലകത്തും. ആയിക്കോട്ടെ. ലാൽ സലാം. ലാൽ സലാം. സേതു, കാലത്ത് തന്നെ നോട്ടീസ് സമയത്തിൽ എത്തിച്ചേക്കാം. വരട്ടോ. സമാജത്തിൽ സേതു ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ. മറ്റാരെ ഏൽപ്പിക്കരുത്. ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത്. സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി. ഇനി എന്നെ വരട്ടരുത്. ഇപ്പോഴേ കൈയും കാലും തളരുന്നു. എന്തിനാ കൈയും കാലം തളരുന്നത്? എന്റെ അനുവാദം ചോദിച്ചോണ്ടാണോ കൈയും കാലും തളരുന്നത്? ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മൊത്തത്തിലൊരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക്. അല്ലെങ്കിലും ലക്ഷണം അത് തന്നെ. ആണോ? അച്ചായോ, എന്താ അന്നമ്മേ? കഴിക്കാൻ വരുന്നില്ലയോ? അപ്പച്ചൻ കാത്തിരിക്കുക. അന്നമ്മ പോയിക്കോ, ഞാൻ ദാ വന്നു. തനിക്ക് എന്താടോ ഈയിടെയായിട്ട് ഇവിടെ വരാനൊരു മടി? അയ്യോ, അങ്ങനൊന്നുമില്ല അച്ചായോ. കാലത്തിച്ചിരി പണിയുണ്ടായിരുന്നു. വല്ലതും കഴിക്കാൻ വേണ്ടിട്ടല്ലയോ പണിയെടുക്കുന്നേ? ഇരിക്കേ. ഇപ്പോ പണി കൂടുതലാ അല്ലേ? പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി. അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചതല്ല. ഒന്നുമില്ല അന്നമ്മേ. ഒന്നുമില്ലേ? ഇല്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ പകൽ അനക്കമില്ലാതെ കിടക്കുന്ന പ്രസ്സില് പാതിരാക്കി മാത്രം അച്ചടി നടക്കുന്നത്? അവിടെ വന്നു പോകുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ പാതിര കഴിഞ്ഞപ്പോഴല്ലേ പോയത്? അന്തോണിച്ചിന്റെ കാറില് കോവിലകത്ത് സേതുവും പിന്നെ പ്രായമുള്ള ഒരാളും. അതാ പറഞ്ഞ ഞാൻ കണ്ടെന്ന്. സേതുവിന് എന്താ പ്രസ്സിൽ കാര്യം? പ്രസ്സിൽ എന്താ കാര്യം? അച്ചടിക്കാൻ വരുന്നു, അല്ലാതെ പിന്നെ പകൽ അച്ചടിച്ചുടായോ? എന്തോ നേരായ ഏർപ്പാടല്ല. ആണെങ്കി പിന്നെ പനവട്ടിയിലെ സാധനം കൊണ്ടുപോകാൻ എന്തിനാ ഉണ്ണിത്താൻ ചേട്ടന്റെ കൈയും കാലൊക്കെ വരയ്ക്കുന്നേ? സംശയിച്ച് താൻ കാട് കയറല്ലേ? ഞാൻ ചോദിക്കട്ടെ, കള്ളനോട്ടടിയാ അല്ലയോ? അയ്യോ, എന്നാ പറ, എന്തോന്ന് വെച്ചാ പറ. പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയാ. ഞങ്ങൾ പാർട്ടിക്കാരാ. പാർട്ടിക്കാരോ എന്നുവെച്ചാ? കമ്മ്യൂണിസ്റ്റുകാര്. പുറത്ത് പറഞ്ഞേക്കല്ലേ എന്നമ്മേ, തല പോകുന്ന കാര്യമാണ്. എന്തിനാ തല പോകുന്നേ? എടോ, കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ പാടില്ലെന്ന നിയമം. എന്താ ഈ കമ്മ്യൂണിസം? കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലോ? എന്തുവാ ഈ പറയുന്നേ? കുന്തം. എടോ, ഉള്ളവനായ മേടയിൽ ഇട്ടിച്ചനും ഇല്ലാത്തവനായ നെട്ടൂർ സ്റ്റീഫനും തമ്മിലുള്ള അകലം കുറച്ച് തന്നെ കെട്ടുക. മനസ്സിലായോ? മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ. അതെ, ഇന്ന് നാളെയാ. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ധൃതിയില്ല, ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാൽ മതി. ഇടി കിന്നമ്മോ, എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന്. ആരാ പേരെന്താ? കയ്യട അയ്യപ്പൻ. സ്വദേശം? മലയല്ല. ഏത് മലയില്? ഏത് മല വേണം? ഏതെങ്കിലും ഒരു മലയുടെ പേര് പറ. എന്നാ ശബരിമല.
തുടക്കമാണോ അതോ തുടക്കമാണെന്ന് വെച്ചോ. ആ എങ്ങനെ ഇവിടെ ഒന്ന് പെട്ടു? ഏ? എങ്ങനെയാ ഇവിടെ വന്നതെന്ന്? നക്ഷത്രത്തിൽ. ഫസ്റ്റ് എന്ത് വേണം? ബീഡി ഉണ്ടോ ഒരു തീപ്പെട്ടി എടുക്കാൻ? എന്താ? തീപ്പെട്ടി ഉണ്ടോ ഒരു ബീഡി എടുക്കാൻ? അപ്പോ ബീഡിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ? നെട്ടൂർ സ്റ്റീഫൻ, ഉം. ഡി കെ ആന്റണി, ആ. ഉണ്ണി, താൻ ഉണ്ണിത്താൻ. ലാൽ സലാം സഖാക്കളെ. സലാം. സഖാവ് പോറ്റി സാർ തന്നയച്ചതാണ്. തമ്പിയെ പരിചയപ്പെടുത്തുന്നു. അനുഭാവിയാണ്, വിശ്വസ്തനും. പാർട്ടി ഇവിടെ ശക്തമാണ്. എനിക്ക് കുറച്ചുനാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. പാർട്ടി തീരുമാനമാണ്. സമരത്തിന് സമയമായി. തയ്യാറാകുക. ലാൽ സലാം. നിങ്ങൾ നട്ട് നിങ്ങളുടെ വിയർപ്പിൽ വിളയിച്ച് നിങ്ങൾ കൊയ്തെടുത്ത് മെതിച്ചു കൊടുത്ത് നെല്ല് നിറച്ച കലവറകളാണ് ഈ മുതലാളികളുടെ സമ്പന്ന മതിലുകൾ. അന്യായത്തിന്റെ പൊള്ളപ്പുറ്റുകൾ. ഒന്നിച്ചു നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാൽ പൊടിഞ്ഞു വീഴും. വീഴ്ത്തണം. ജന്മിക്കോട്ടകൾ തകർക്കണം. ജന്മിത്വം തുലയണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം. ലാൽ സലാം സഹാക്കളെ. കറിയാക്കുട്ടി, കുണുക്കിനി ഉണ്ടോ മോനെ? പിന്നെ ഉണ്ടപ്പച്ചാ. ഈ കളി കൂടി കഴിയുമ്പോ മോക്കും അവളുടെ കുഞ്ഞാങ്ങളേക്ക് ഓരോ കുണുക്കൂടി വേണ്ടി വരും. പിന്നെ പിന്നെ കാണാം കേട്ടോ. നോക്കി കളിച്ചോ. ഉം. നമ്മുടെ കുണുക്കിറക്കി ഇവരെ ചെവി കേട്ടിട്ട് കളി നിർത്താവും. വാശിയോളോനാ ജോസ് കുട്ടി. ആ കാണാം. ചീട്ടണ്ടി കളി ചേച്ചി വലിച്ചു വരിയിടരുത്. പറ. ഓണേഴ്സ്. എന്റെ ചേച്ചി, തോലത്ത് ഇറക്ക്. ഒരു നല്ല പ്രസ് വാങ്ങിക്കുന്നിട്ട് വരാനേ. കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ. ആ വേറൊരു കാര്യമുണ്ട്. ഈ വീടും പറമ്പൊക്കെ അന്നമ്മയ്ക്ക് എഴുതി വെച്ചിരിക്കുക. ഇനി ഗതികേടൻ അവളെ കെട്ടുന്നതും വല്ല ഡോക്ടറോ മറ്റോ ആണെങ്കിൽ അയാൾക്ക് ഇത് ആശുപത്രി ആക്കാൻ തോന്നിയാ മാറിക്കൊടുത്തല്ലേ പറ്റൂ. കൂടും കൊടുക്കയായിട്ട് താൻ വേറെ സ്ഥലം അന്വേഷിച്ചിറക്കേണ്ടി വരും. അതിപ്പോ പുതിയ പ്രസായാലും ചുവന്ന് മാറ്റണ്ടായോ? വേണ്ട, നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസ്സാണെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നത്തില്ല. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അപ്പച്ചൻ അതിന് സമ്മതിക്കത്തില്ല. തന്റെ കാര്യം ആയതുകൊണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരിയാ അവരാക്കുട്ടി പറയുന്നത്. ആ, എനിക്ക് ഉറക്കം വരുന്നു. ഞാൻ കേട്ടെ. അവരാക്കുട്ടി, ഞാൻ നാളെ കാലത്ത് മല്ലപ്പള്ളി വരെ ഒന്ന് പോവാ. അച്ഛനോടൊന്ന് പറഞ്ഞേക്കണം. നാളെ കാണാൻ പറ്റില്ല, അതുകൊണ്ടാ. ആയിക്കോട്ടെ. തമ്പി എവിടെ? പരബ്രഹ്മം. നെട്ടൂരാനെ, അവർ ആ കുട്ടി പറഞ്ഞാൽ വല്ല സത്യമുണ്ടോ? കൂടും കുടുക്കും എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുവോ? താൻ പോയി വല്ലതും കഴിക്കണം. നൂറു, എന്തേ ഈ ചായ ഒന്ന് അപ്പുറത്ത് കൊടുത്തിട്ട് വാ. ആർക്കാണ് നിങ്ങളെന്താണ് ഇവിടെ ചായക്ക് വെച്ച് കൊടുത്തോളൂ. അതവിടെ വെച്ചിട്ട് ഇത് അപ്പുറത്ത് നിന്ന് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവോ പേടിപ്പിച്ചില്ലേ, ഞമ്മള് പേടിച്ചു. എന്താണ് ഇവിടെ? എന്താ എടുത്തി? ഈ ചായ ഒന്ന് അപ്പുറത്ത് നിന്ന് കൊടുത്തിട്ട് വരാൻ പറഞ്ഞപ്പോ അവന് 100 ചോദ്യ. അയ്യപ്പന്റെ കാശെന്തോ ഇരിപ്പുണ്ട്. എന്റെ കയ്യിലൊന്നുമില്ല. ഒന്നുമില്ലാതാണോ ഈ പണിക്ക് ഇറങ്ങി തിരിച്ച്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനീ പണിക്ക് വരും. അല്ല ചായ വരൂലേ? ചക്കാത്ത ചായ വന്നാ കുടിക്കാം. ഉണ്ണിത്താൻ ചേട്ടാ, ചായ. എന്റെ ദൈവമേ, അയ്യോ ചായ അന്നമ്മ ഉണ്ടോന്നോ? ഓ, ലാൽ സലാം. എന്താ എന്താ പറഞ്ഞ? ഒന്നുമില്ല, ഇവിടെ പറഞ്ഞാണ്. നിങ്ങളുടെ നേതാവ് എവിടെ? നേതാവോ? അതെ, എല്ലാം എനിക്കറിയാം. നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാ അല്ലേ? പുറത്ത് പറയരുത് അന്നമ്മേ. കഴുത്തു പോകുന്ന കാര്യം അല്ലേ? നിങ്ങളുടെ നേതാവ് എവിടെ? നെട്ടൂർ സ്റ്റീഫൻ. സ്ഥലം പറയണ്ട. എപ്പോ വരും? അതിപ്പോ വന്നെങ്കിലേ പറയാൻ പറ്റൂ. വന്നാലുടനെ എന്നെ അത്യാവശ്യമായി കാണാൻ പറയണം. ചായ കുടിച്ചോ, ചൂട് കൊണ്ട. കയ്യടയ്യപ്പാ. കയ്യില് ചായയും പിടിച്ച് അന്തം വിട്ടതേ. ഇങ്ങനെ ഒരു നിപ്പായിരുന്നു രണ്ടുപേരും. തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ. തന്നോട് ഈ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. എനിക്ക് ഗൗരവമൊക്കെ അറിയാം. അതിലും ഗൗരവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ അച്ഛനെ വിളിപ്പിച്ചേ. എന്ത് കാര്യം? ദേ, തല പോകുന്ന കേസാ. വെളി പോവരുത്. ഇല്ല, പറ. ഞാൻ, അതായത് ഈ ഞാൻ, ആ, മേടയിൽ വീട്ടിലെ ഈ ഞാനും. ഓ, കാര്യം പറ അന്നമ്മേ. ഞാൻ ആ. മേടയിൽ ഇട്ടിച്ചന്റെ മകൾ അന്നമ്മ. ആ, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല ചായ. ഒരു വലിയ സംഭവം. അയ്യോ, പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. ഞാൻ പോവാ. പറഞ്ഞിട്ട് പോ അന്നമ്മേ.
എടോ തമാശ കളിക്കില്ല കേട്ടോ. തമാശയോ? എന്നാ പറയട്ടെ. ഞെട്ടല്ലേ, ഞെട്ടി പൊട്ടല്ലേ അച്ചായ? പിന്നെ പറയട്ടെ. ഞാനും കമ്മ്യൂണിസ്റ്റായി.